ഈ സുധീറിന്റെ സ്കൂൾ ജീവിതത്തിലെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതെ സാർ. പക്ഷേ പഠനകാലത്ത് അത് ഒരു വലിയ കഥാപാത്രങ്ങളായി മാറി. എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ കൈതാരം സ്കൂളിനാ ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ ഭാഗ്യമുണ്ടായത്. പറവൂര് GVHS കൈതാരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സ്കൂള്. അപ്പൊ അവിടെ പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ 1ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞങ്ങള് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന നേരം. ഷിറോൺ എന്നാണ് അവന്റെ പേര്. ഷിറോണിന്റെ പേര്. അപ്പൊ അവന് ഞാനോട് കൂട്ടായിട്ട് ഒരു ബെഞ്ചിലിരുന്ന് ഞങ്ങളുടെ പല സ്കിറ്റിലും ഈ ഷിറോൺ വന്നിട്ടുണ്ട്. ഷിറോൺ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിൽ നിന്നൊക്കെ ഞാൻ ഇടയ്ക്ക് കയറ്റി വിടാറുണ്ട്. അവന്റെ പേര് ഇട്ടിരുന്നത്. അപ്പൊ ഇവന് ഞാനിവിടെ ഒന്നിൽ തുടങ്ങിയത്. പിന്നെ ഈ ബമിൽ ദത്ത് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്. അവനും പിന്നീട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവനെ ഏത് ഭാഗത്തുനിന്ന് വന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 2 വെച്ച് 3 വെച്ച് കയറി പറ്റുള്ളി. അപ്പൊ അവനും വന്ന് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു പോകുമ്പോ ഞാൻ 4ാം ക്ലാസ്സിൽ തോറ്റി. 4 തോറ്റോടുകൂടി ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ജയിച്ചു കയറിപ്പോയി. 5ലേക്ക് പോയി. അപ്പൊ എനിക്ക് പിന്നെ വിഷമമായി. ഇവര് പോയല്ല എന്നുള്ളതായി. പിന്നെ അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചാണ്ട് പോയി. ഈ ഷിറോണ് 6 തോറ്റി. അപ്പൊ ഞാൻ 6ലേക്ക് അവിടെ കിട്ടി. അപ്പോഴും മറ്റവൻ ബമിൽ ദത്ത് പിന്നെ അവിടെ നിന്ന് പോയി. അവൻ 7 8ലേക്കായി. അപ്പൊ അവൻ 8 തോറ്റി. അപ്പൊ ഞങ്ങള് പഠിച്ച് 8ലെത്തിയപ്പോ അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒന്നിച്ച് ഞങ്ങള് 9ലേക്ക് കയറി. 9 ചെന്നു. അപ്പൊ 9 ചെന്ന് പിന്നെ ഇപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കണല്ലോ. പറഞ്ഞ 10ലേക്ക് എത്തണം. അപ്പം ഇനി തോക്കാൻ പാടില്ലെന്നുള്ളായി. പക്ഷെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ട് പക്ഷെ ഈ 9ല് ഞങ്ങൾ 3 പേരും തോറ്റി. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ല ആദ്യം. ഞാൻ അറിഞ്ഞത് 9ല് ഞാൻ തോറ്റെന്നുള്ളതാണ് അറിയണത്. പക്ഷെ ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടാവുമെന്ന് എന്റെ മനസ്സ് വിഷമിച്ച് നിൽക്കുമ്പോ ഞാൻ നോക്കിയപ്പോ ആരോ പറഞ്ഞ് എടാ ഷിറോണും ബമിൽ ദത്തും കൂടി തോറ്റിട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. തോറ്റേന്റെ ഇതാണ് പോയി. പിന്നെ 9ല് ഞങ്ങൾ 1 കൊല്ലം കൂടി പഠിച്ച് 10ലേക്ക് പോയി. 10ല് നമ്മള് വേറെ ഇതൊന്നും കാണിക്കാൻ പാടില്ല. ഉഴപ്പാണ്ട് ഞങ്ങൾ പിന്നെ ട്യൂഷനും കൂടി ചേർന്നു. ആ ട്യൂഷൻ പഠിച്ച് ഞങ്ങൾ 3 പേരും 10ൽ തോറ്റി. നന്നായിട്ട് പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ പിന്നെ അങ്ങോട്ടുള്ള ഒരുമിച്ചുള്ള യാത്ര. ആ കുട്ടി ഇന്നുകൊണ്ട് ഞങ്ങള് ഉണ്ടല്ലേ? നിങ്ങൾ മിമിക്രിയിലുണ്ടോ? ഇല്ല, അവര് മിമിക്രിയിലില്ല. ഷിറോണ് പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതിൽ ഇപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കണ അവനാണ്. പുള്ളി നല്ല ബിസിനസ്സും ഈ വീടുകളിലൊക്കെ പണം കൊടുത്ത് വലിയ ഒരു കോൺട്രാക്ട് സംഭവങ്ങളൊക്കെയാണ് പുള്ളി. എന്റെ വീട് വെച്ചത് പുള്ളിയാണ്. പുള്ളിയുടെ ഇതിലാണ് എന്റെ വീടിന്റെ പണിയൊക്കെ നടന്നത്. അപ്പൊ അവൻ എന്റെ അടുത്ത് ഒരു ദിവസം വീട്ടിലൊന്നും പറയണടാ, നമ്മൾ അന്ന് പഠിക്കാണ്ടിരുന്നത് നന്നായിട്ടാ. അന്ന് പഠിച്ചെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൊണ്ട് നമ്മ ഏതെങ്കിലും ഒരു സർക്കാർ ജോലി മേടിക്കും. പിന്നെ അവിടെ പോയിരുന്നു വീട്ടിൽ വരാന്നുള്ളൊരിതല്ലേ ഉള്ളൂ. ഈ ഒരു നിന്റെ ഈ പരിപാടിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് എന്റെ ഇങ്ങനെയുള്ള പരിപാടി നടക്കൂലായിരുന്നു. നന്നായി. ഈ ഇത് ലോകത്തിന് നൽകുന്ന മഹത്തായ സന്ദേശമാണ്. പരമാവധി ജയിക്കാതിരിക്കുക. ഇത് തോറ്റവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ആത്മവീര്യം. അത് ഭയങ്കരമാണ് സംഭവം. കാര്യം നമ്മൾ തോറ്റവരെ കൂടെ എപ്പോഴും. കാര്യം തോറ്റവരെ പഠിക്കുന്നുള്ളൂ, ജയിക്കുന്നവർ പഠിക്കുന്നില്ല. കാര്യം ജയിക്കുന്നവർക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞങ്ങളങ്ങ് ജയിച്ചു പോയി. തോറ്റവർ അങ്ങനെയല്ല. എന്തുകൊണ്ട് തോറ്റു അല്ലേ? കാലങ്ങളായിട്ട് ആലോചിച്ചു പോകും. സുധീർ, അതിനിടയ്ക്ക് ഒരു ഓഡിഷനിൽ എന്തോ പോയല്ലോ ഈ മിമിക്രി കാലഘട്ടത്തിൽ? സാറേ, ഞങ്ങളപ്പോൾ ഒരു 4 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ആ കൂട്ടുകാരൻ്റെ അടുത്തോടെ നമുക്ക് ഇന്ന സ്ഥലത്തൊരു ഓഡിഷൻ നടപ്പുണ്ട്. ഒരു കോമഡി പരിപാടി, ഒരു സീരിയലിന്റെ പരിപാടിയാണ്. അപ്പൊ നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഞാൻ അപ്പൊ നീ പോര് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ ഇതുണ്ടായില്ല. എങ്കിൽ കൂടി അവരോട് ഞാൻ പോയി. അപ്പൊ എനിക്ക് അത്രക്ക് നമ്മുടെ അടുത്ത് സംഭവങ്ങൾ അധികം ഇല്ല. അപ്പോൾ ഇവരുടെ പോയി. ഞങ്ങൾ 4 പേരോട് പോയി പെരുമ്പാവൂരായിരുന്നു. അവിടെ ചെന്ന് അപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങൾ ഈ 4 കൂട്ടങ്ങൾ ഇങ്ങനെ നടക്കണം. അവർ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അവർ നോക്കി വാച്ച് ചെയ്തൊക്കെ നിൽക്കണം. കുറേ പേര് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ കഴിഞ്ഞ് വന്നു. വൈകുന്നേരമായി. ഞങ്ങളുടെ രാവിലെ പോയിട്ട് വൈകുന്നേരമായി. അപ്പോഴേക്കും ഇവർ 3 പേരിനെ കഴിഞ്ഞിറങ്ങി 4ാമത്തെ ഞാൻ അങ്ങോട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അവരെന്നെ കൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മെയിൻ ഡയറക്ടർ അവിടെ നിന്നിട്ട് എൻ്റെ പറഞ്ഞു, സുധീറെ, നിങ്ങൾ 4 പേര് വന്നതിൽ മറ്റേ 3 പേർക്കും ഇല്ലാത്തൊരു സംഭവം തനിക്ക് ഉണ്ടാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സാറെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് മാത്രമോ ഈ ചെയ്തതിൽ സഭാകമ്പം ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കവിടെ സന്തോഷമായി. കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നല്ലതാണെന്ന് കരുതി. തനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയും സാറേ സന്തോഷം. അപ്പൊ ഞാൻ ഈ പുറത്തോട്ട് ഇറങ്ങുന്നത് പിന്നെ എനിക്ക് ഇനിയിപ്പോ ഞാൻ എന്റെ ഉറപ്പിച്ചല്ലേ ഇല്ലേ, ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഇവരോട് പറയാനും പറ്റില്ല. ഇനി അവർക്ക് സങ്കടമില്ല, അവർക്ക് വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ ബസ്സിന് പോകുമ്പോ ഞങ്ങള് 2 പേര് ഫ്രണ്ടിലും 2 പേരും ഞങ്ങള് ബാക്കിലായിട്ടിരിക്കുകയാണ്. പോകുമ്പോ എനിക്ക് മനസ്സിൽ ഇങ്ങനെ വിങ്ങലുണ്ട്. ഇവരോട് പറയാണ്ടിരിക്കുന്നതും പകുതി എത്തിയപ്പോ ഞാൻ രാജേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്റെ അടുത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ രാജേഷ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. വേറെ ഒന്നുമല്ല, എന്നെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ 3 പേര് ചെയ്തതിൽ സഭാകമ്പം കൂടുതൽ എനിക്കാണെന്ന് അവർ പറഞ്ഞു. ഇവന്റെ അർത്ഥം അറിയായിരുന്നു. അവൻ പറഞ്ഞു, എടാ അത് അവനൊരു ചിരിയാണ് ഇരിച്ചത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് ചമ്മലോടുകൂടി ചെയ്യണ പരിപാടിക്കാണ് ഇങ്ങനെ സഭാകമ്പം എന്ന് പറയണത്. അന്നേരമാണ് ഞാനിത് അറിയണത്. അപ്പോഴെനിക്ക് വീണ്ടും ചമ്മലായത്. അവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൂട്ടിയെന്നുള്ളത്.